Good day to all. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണിത്. ഒരു പാചക പരീക്ഷണമാണ്. പരീക്ഷണമല്ല, പരീക്ഷിച്ച് വിജയിച്ച ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കണം. ഒരു ഓണ പായസമാണ്. അപ്പോൾ നമ്മളിന്ന് ബീട്രൂട്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒരിടത്തും കണ്ടുപഠിച്ചതല്ല, മനോധർമ്മം അനുസരിച്ച് ഉണ്ടാക്കി ഭയങ്കര സക്സസ്ഫുൾ ആയുള്ളൂ ആ ഒരു പായസമാണിത്. അപ്പം ഞാനും അതിൻ്റെ റെസിപ്പിയൊക്കെ എടുത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. കഴിച്ചവരെല്ലാവരും മോശമല്ലാത്ത അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് പായസം. ബീട്രൂട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പിടി ചൗവരി. പിന്നെ ആവശ്യത്തിന് കാഷ്യൂനട്ടും കിസ്മിസും, ഒരു 4 സ്പൂൺ നെയ്യ്, ഒരിടത്തരം വരുന്ന 3 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളാക്കി നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു പച്ചച്ചവ മാറി കിട്ടാനാണ്. അതേസമയം നമുക്ക് പാരലായിട്ട് ശർക്കര പാനി കൂടി തയ്യാറാക്കാം. ശർക്കര പാനിയുടെ മധുരമാണ് നമുക്ക് ബീട്രൂട്ട് പായസത്തിൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ പഞ്ചസാരയൊന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ പാൻ ചൂടായ ശേഷം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയ ബോൾ ശർക്കരയും എടുത്തിട്ടുണ്ട്. ശർക്കര ഇപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടും കുമിളകളൊക്കെ വന്നു വെന്ത് തുടങ്ങി, കുമിളകളൊക്കെ വരുന്നുണ്ട്. ബീട്രൂട്ട് വെന്ത ശേഷം നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കണം. അതിന് ശേഷമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റൂ. ശർക്കര ഇപ്പം മുഴുവനായിട്ട് ഉരുകിയിട്ടുണ്ട്. നല്ലൊരു ശർക്കരപ്പാനി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുപ്പിൽ പാൻ വെച്ചു. ഇനി നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്, വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. നമ്മുടെ അളവാണ് കേട്ടോ. നമുക്ക് ഇത്ര അളവ് വേണമെന്ന് തോന്നുന്ന അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കാഷ്യൂനട്ട് കുറച്ച് കൂടുതൽ കിടന്ന് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും, അതൊരു രസമല്ലേ. അപ്പം വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേ പാനിൽ തന്നെ ഞാനത് മാറ്റിയതിന് ശേഷം ഈ പേസ്റ്റാക്കി വെച്ച ബീട്രൂട്ട് കൂടി ഇടുകയാണ്. നമ്മൾ ബീട്രൂട്ട് നന്നായി തണുത്തതിന് ശേഷം ഫൈൻ പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. കുറച്ച് നമുക്കൊന്നിങ്ങനെ തരിയോട് കൂടി കിടക്കുന്ന വിധത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ചൂടാകണുണ്ട് നമ്മുടെ ബീട്രൂട്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ശർക്കര പാനിയും ചൗവരിയും ഒക്കെ ചേർക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ഒരു പിടി ചൗവരി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷമാണ് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ആ ചൗവരി കൂടി നമ്മൾ ഈ ബീട്രൂട്ട് പേസ്റ്റിൻ്റെ കൂടൊപ്പം ചേർക്കുകയാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ഇതിലോട്ട് ചേർക്കണം. ഈ ഒരു ഒറ്റ ശർക്കരയുടെ മധുരത്തിലാണ് ബീട്രൂട്ട് പായസം നിൽക്കുന്നത്. നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, നല്ല മധുരം വേണം എന്നുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ഒരു ഇടത്തരം വരുന്ന 3 ബീട്രൂട്ടിന് 1 ബോൾ ശർക്കര എന്നുള്ള കണക്കിനാണ് എടുത്തത്. പിന്നീട് നമ്മുടെ ബീട്രൂട്ട് പായസത്തിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട 2 സംഗതികളാണ് നമ്മുടെ തേങ്ങാപ്പാൽ. 1-ാം പാലും 2-ാം പാലും നമ്മൾ ആവശ്യത്തിന് എടുത്ത് വയ്ക്കണം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ 3ഉം കൂടി മിക്സ് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം 2-ാം പാൽ ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ മിക്സിൻ്റെ കൂടെ 2-ാം പാൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ എടുത്തു വെച്ച അളവ് ഒരു 6-7 പേർക്ക് ഈ 3 ബീട്രൂട്ടിൻ്റെ അളവ് മതിയാവും. നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ ഒരു 7 ഗ്ലാസ്സോളം പായസം ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് നമ്മളിപ്പോൾ 1-ാം പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞു. നന്നായിട്ട് തിളച്ച ശേഷം 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മളധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ 2-ാം പാൽ ചേർക്കുന്ന സമയത്ത് നമുക്കൊരിത്തിരി ഏലക്കാപ്പൊടി കൂടി ഇടാം.
അത് ഓപ്ഷണലാണ്. ഒരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി കൂടി ഇടാം. നമ്മുടെ ബീട്രൂട്ട് പായസം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വാങ്ങി വയ്ക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല മധുരമുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം. നമ്മളിപ്പോൾ ഒരു ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്, സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കാഷ്യൂനട്ട് വെച്ച് തന്നെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഫുഡി ആണെങ്കിലും ഒട്ടും മധുരം കഴിക്കാത്ത ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബീട്രൂട്ട് പായസം കൊടുത്തു നോക്കാം. കഴിക്കണുണ്ട്, നല്ല അഭിപ്രായമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ബീട്രൂട്ട് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഓണത്തിന്. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കൂ.